തിയറി ഓഫ് എറേഴ്സിൽ നിന്നും സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ നിന്നും ഡയമെൻഷണൽ ഫോർമുലയിൽ നിന്നുമാണ് കഴിഞ്ഞ 28 വർഷം കൊണ്ടുള്ള ഈ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ വരുന്നത്. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നീറ്റിന് വരുന്നത് ഈ 3 സെക്ഷനിലാണ്. ആ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം എനി മെഷർമെന്റ് വിൽ കണ്ടെയ്ൻ സം അൺസർട്ടനിറ്റി. നമ്മൾ ഏതൊരു സംഭവം എടുത്താലും അതിനകത്തൊക്കെ തെറ്റുണ്ടാവും. ഇപ്പം എൻ്റെ പൊക്കം അളന്നു കഴിഞ്ഞാൽ 172 സെൻറ്റിമീറ്റർ എന്ന് ഒരാൾ അളക്കും, 172.5 എന്ന് വേറൊരാൾ അളക്കും. അപ്പോൾ ആ പൊക്കത്തിലൊക്കെ ഒരുപാട് തെറ്റുണ്ടായിരിക്കും. ആ തെറ്റിനെയാണ് നമ്മൾ ആക്യുറസിയും പ്രിസിഷനുമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ വാല്യൂവിനോട് എത്രത്തോളം അടുത്ത് വരുന്നു അതിനെയാണ് ആക്യുറസി എന്ന് വിളിക്കുന്നത്. പ്രിസിഷൻ എന്ന് വിളിച്ചാൽ എന്താണ്? ദ ക്ലോസ്നെസ് ഓഫ് 2 or more മെഷർമെന്റ്സ് ടു ഈച്ച് അതർ. എന്താണ്? ഇവിടെ നോക്കൂ, ഈ നടുക്കാണ് എന്ത് ചെയ്യേണ്ടത്? നടുക്കാണ് ഇതൊരു ബുള്ളറ്റ് എന്താണ് വെടിവെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കേട്ടോ, ഇവിടെ നോക്കൂ, ആക്യുറേറ്റ് അവിടെ കൊണ്ടില്ല, പിന്നെ എവിടെയാ കൊണ്ടത്? എവിടെയോ പോയി കൊണ്ടു, പക്ഷെ കൊണ്ടതല്ല എന്താണ്? പ്രിസൈസ് ആണ്. അടുത്തടുത്തുള്ള ഉത്തരം അടുത്തടുത്താണ്. ഇവിടെ നോക്കൂ, ആക്യുറേറ്റും അല്ല പ്രിസൈസും അല്ല, ഒരിടത്ത് തന്നെ എല്ലാ വാല്യൂവും വന്നാൽ അത് പ്രിസൈസ്. എവിടെയാണോ കൊള്ളേണ്ട സ്ഥലത്ത് വന്നാൽ ആക്യുറേറ്റ്. ശ്രദ്ധിക്കുക, എവിടെയാണോ കൊള്ളേണ്ട സ്ഥലത്ത് വന്നാൽ അത് ആക്യുറേറ്റ്. എവിടെയാണോ കൊള്ളേണ്ട സ്ഥലത്ത് വന്നാൽ അത് ആക്യുറേറ്റ്. എവിടെയെങ്കിലും കൊണ്ടാൽ മതി, കൊള്ളുന്നതെല്ലാം അടുത്തടുത്താണെങ്കിൽ അത് പ്രിസൈസ്. ഇതെന്താണ്? ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആക്യുറേറ്റുമാണ് പ്രിസൈസുമാണ്. കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു, എല്ലാം അവിടെ തന്നെ വന്നുകൊണ്ടു. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആക്യുറസിയും പ്രിസിഷനും മനസ്സിലാക്കുക. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണോ കൊള്ളേണ്ടത് ആ ചുവന്നതിൽ കൊള്ളേണ്ടതാണ് ആക്യുറസി. പിന്നെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊള്ളുന്നത് അടുത്തടുത്താണെങ്കിൽ അത് പ്രിസിഷൻ. എന്താണ്? കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ കൃത്യമായി കൊണ്ടു കഴിഞ്ഞാൽ ആക്യുറേറ്റും പ്രിസൈസും ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് സിസ്റ്റമാറ്റിക് എറേഴ്സ്. എന്താണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് ദാറ്റ് ടെൻഡ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ദിശയിൽ തന്നെ ആയിരിക്കും, എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒന്നുകിൽ പോസിറ്റീവ്, എല്ലാം ഒരേ സൈഡിലായിരിക്കും, ഒന്നുകിൽ എല്ലാം കിഴക്കോട്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാം തെക്കോട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ കൃത്യത ഉണ്ടായിരിക്കും. ഒന്ന് ഇൻസ്ട്രുമെന്റ്. എന്താണ്? ദീസ് എറേഴ്സ് ആർ ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഉപകരണത്തിന്റെ തെറ്റുകൊണ്ടാണ് ഇൻസ്ട്രുമെന്റൽ എറർ ഉണ്ടാവുന്നത്. സീറോ എറർ ഇൻ സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പർ ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഇൻസ്ട്രുമെന്റൽ എററിന് ഉദാഹരണമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, സീറോ എറർ ഇൻ സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജിൽ എന്താണ്? അത് രണ്ടും കൂടി വരുമ്പോൾ സീറോ എറർ ആയിരിക്കും. സീറോയിൽ എല്ലാം ഒരേപോലെ ആയിരിക്കണം ആ ലൈൻ നിൽക്കേണ്ടത്, രണ്ട് ലൈൻ. അതെന്ത് ചെയ്യും? അങ്ങോട്ട് മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. അടുത്ത ഫോൾട്ടി കാലിബ്രേഷൻ ഓഫ് തെർമോമീറ്റർ, മീറ്റർ സ്കെയിൽ എന്നിവയുടെയൊക്കെ അളവ് തെറ്റാവുക. ഇതെല്ലാം ഇൻസ്ട്രുമെന്റൽ എററാണ്. താഴത്ത് നിൽക്കുന്നതിൽ ഏതാണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് ചോദിച്ചാൽ ഓർമ്മ വേണം. സീറോ എറർ ഇൻ സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പറിലൊക്കെയുള്ള എറർ ഇൻസ്ട്രുമെന്റൽ എററാണ്, ഉപകരണത്തിന്റെ കുഴപ്പമാണ്. അതുപോലെ തന്നെ ഒരു തെർമോമീറ്ററിൽ നമ്മൾ പനിയൊക്കെ അളക്കാൻ പോകുമ്പോൾ തെർമോമീറ്ററിൽ തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇൻസ്ട്രുമെന്റൽ എററാണ്. അടുത്ത് പഠിക്കാനുള്ളത് എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ, നമ്മൾ അളന്നതിനകത്തുള്ള എന്താണ് തെറ്റാണ്. ഇപ്പൊ ഇങ്ങനെ നേരെ നിവർന്ന് നടക്കുന്നതിന് പകരം ഇങ്ങനെ കുനിച്ചു നിർത്തി അളന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് അളന്ന മെത്തേഡ് തെറ്റി പോയി കഴിഞ്ഞാൽ വാല്യൂ തെറ്റും. അതാണ് ഇംപെർഫെക്ഷൻ ഓഫ് ദി എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ. എ തെർമോമീറ്റർ പ്ലേസ്ഡ് അണ്ടർ ദി ആംപിറ്റ് വിൽ ആൾവേസ് ഗിവ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ. നമ്മൾ ആംപിറ്റിലാണ് ഒരു തെർമോമീറ്റർ വെച്ചിരിക്കുകയാണെങ്കിൽ ശരിയായിട്ട് ഉള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല, ബോഡി ടെമ്പറേച്ചറിനെക്കാളും അല്പം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി പേഴ്സണൽ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സൺ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് കൃത്യമായിട്ട് നോക്കിയാൽ കറക്റ്റ് വാല്യൂ ആയിരിക്കും. ഇങ്ങനെ നോക്കിയാലോ എനിക്ക് ഇച്ചിരി കോങ്കൺ ഉണ്ടെങ്കിലോ അപ്പോൾ ആ വാല്യൂ കറക്റ്റ് ആവില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പേഴ്സണൽ എറർ എന്ന് വിളിക്കുന്നത്. പാരലാക്സ് എറർ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ എററാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പാരലാക്സ് എറർ എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു പാരലാക്സ് എറർ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ എററാണ്. അടുത്ത് എറേഴ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ്, കാലാവസ്ഥ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പ്രഷർ, അങ്ങനെയൊക്കെ ഒരു റീഡിങ് തെറ്റിപ്പോവുകയാണെങ്കിൽ കാറ്റ്, അതൊക്കെ കൊണ്ടുണ്ടാവുന്നതാണ് എക്സ്റ്റേണൽ കോസസ്. ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ആൻ ഇൻസ്ട്രുമെന്റ്. ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ. ആ ലീസ്റ്റ് കൗണ്ടിൽ ഉണ്ടാവുന്ന തെറ്റിനെയാണ് ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ സ്കെയിലിൽ 1 മില്ലിമീറ്റർ ആണ് ഏറ്റവും ചെറുതായിട്ട് അളക്കാൻ പറ്റുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ മൊത്തവും തെറ്റിപ്പോകും. അതാണ് ലീസ്റ്റ് കൗണ്ട് എറർ. ഇനി റാൻഡം എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കാതെ വന്നുകൂടുന്ന എററാണ് റാൻഡം എറർ എന്ന് പറഞ്ഞാൽ. അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻസ് ഇൻ ടെമ്പറേച്ചർ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക, വോൾട്ടേജ് സപ്ലൈയിൽ ഉണ്ടാവുന്ന മാറ്റം, അതുപോലെ തന്നെ ഒരാൾ തന്നെ ഒരു റീഡിംഗ് എടുക്കുമ്പോഴത്തേക്കും തന്നെ പല വ്യത്യാസങ്ങൾ വരെയാണ്. ഇതൊക്കെ റാൻഡം എററിന് ഉദാഹരണമാണ്. അപ്പോൾ ദ റാൻഡം എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഓക്കർ ഇറഗുലർലി
ആൻഡ് ഹെൻസ് ആർ റാൻഡം വിത്ത് റെസ്പെക്ട് ടു സൈൻ ആൻഡ് സൈസ്. പെട്ടെന്ന് വ്യത്യാസം വരുന്നതാണ്. ഇനിയുള്ളത് ഇത്രയും കാര്യങ്ങളല്ല എൻട്രൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ വന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ് ഇത്? ഇത്രയും അറിയാമെങ്കിലും നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ശരിയായ വാല്യൂവിൽ നിന്ന്, ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ഒരു വാല്യൂ എന്താണ് 30 എന്നാണ് നമുക്ക് അളക്കേണ്ടിയിരിക്കുന്നത്. പക്ഷെ ഞാൻ അളന്നപ്പോൾ എത്ര കിട്ടി? 30 ശരിയായ വാല്യൂ. ഞാൻ അളന്നപ്പോൾ 29 കിട്ടി. അളന്നപ്പോൾ എത്ര കിട്ടി? 29 കിട്ടി. അപ്പൊ എത്രയാണ് വ്യത്യാസം? 1 വ്യത്യാസം. അതുപോലെ 30 കിട്ടേണ്ടത്, ഞാൻ അളന്നപ്പോൾ എത്ര കിട്ടി? 31 കിട്ടി. അപ്പോൾ അതാണ് അബ്സല്യൂട്ട് എറർ. ഇത് എൻട്രൻസിന് എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ എറർ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ. യഥാർത്ഥ വാല്യൂ എത്രയാണ്? ഇപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നിങ്ങൾക്കറിയാം, 9.8. 9.8 ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷെ ഞാനിവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടിയപ്പോൾ എനിക്ക് 10 കിട്ടി. അപ്പോൾ 0.2 വ്യത്യാസപ്പെട്ടു. അപ്പോൾ ശരിയായ വാല്യൂവിൽ നിന്ന് എത്ര വാല്യൂ വ്യത്യാസപ്പെടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിയായ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കിട്ടിയ വാല്യൂവിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആവറേജ് ആണ് ശരിയായ വാല്യൂ. ശരിയായ വാല്യൂ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എത്ര വാല്യൂസ് കിട്ടുന്നു ആ വാല്യൂസിനെ എല്ലാം കൂടി നമ്മൾ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അതാണ് എന്തോന്ന് ആവറേജ്. ആവറേജ് വാല്യൂ ആണ് ശരിയായ വാല്യൂ. കേട്ടോ, കുറെ റീഡിങ് കിട്ടി. A1 എന്ന് പറഞ്ഞൊരു റീഡിങ് കിട്ടി 10 എന്ന് വിചാരിക്കുക. A2 എന്ന് പറയുന്ന റീഡിങ് 12, അടുത്ത് A3 എന്ന് പറയുന്നത് 11. അങ്ങനെ എല്ലാം കൂടി എത്ര എണ്ണം ചെയ്തോ അത്രയും. AN എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ചെയ്തോ അത്രയും. അതെല്ലാം കൂടി കൂട്ടിയിട്ട് N എത്ര പ്രാവശ്യം ആണ് ചെയ്തത് അതുകൊണ്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ അങ്ങനെ കിട്ടുന്നതാണ് ശരിയായ വാല്യൂ. AM മീൻ. ആ വാല്യൂവിൽ നിന്ന് ആദ്യത്തെ വാല്യൂ എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ആ വാല്യൂവിൽ നിന്ന് അടുത്തത് എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് അബ്സല്യൂട്ട് എറർ. അപ്പോൾ ശരിയായ വാല്യൂവിൽ നിന്ന്, ശരിയായ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ശരിയായ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എല്ലാത്തിൻ്റെയും ആവറേജ് എടുത്താലാണ് ശരിയായ വാല്യൂ. നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ്റെ ആവറേജ് എടുക്കുമ്പോഴാണ് ശരിയായ വാല്യൂ. ആ ശരിയായ വാല്യൂവിൽ നിന്ന് നമുക്ക് ഓരോ പ്രാവശ്യം പരീക്ഷണം നടത്തിയപ്പോൾ എന്തുമാത്രം വാല്യൂ ആണോ നമുക്ക് കിട്ടിയത് അവദ്യം തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് അതാണ്. നെക്സ്റ്റ് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. അപ്പൊ മീൻ അബ്സല്യൂട്ട് എറർ പഠിക്കുമ്പോൾ എൻ്റെ പൊക്കത്തെ കുറിച്ച് പറയാം. എൻ്റെ പൊക്കം 170 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 170 സെന്റിമീറ്റർ എൻ്റെ പൊക്കം. അപ്പോൾ പലരും അളന്നപ്പോഴത്തേക്ക് ഒരാൾ അളന്നപ്പോൾ 171, വേറൊരാൾ അളന്നപ്പോൾ 172, വേറൊരാൾ അളന്നപ്പോൾ 170, ഇങ്ങനെ വ്യത്യാസം വന്നു. അപ്പോൾ യഥാർത്ഥ കേട്ടോ ഇവിടെ 170 വ്യത്യാസമില്ല. ഒറിജിനൽ 170 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണ് വ്യത്യാസപ്പെട്ടത്? ഇവിടെ 1, ഇവിടെ 2. ആ വാല്യൂസിനെ മാത്രം കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഒരാൾ അളന്നപ്പോൾ 173 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3+, അടുത്ത 172, 2+, അടുത്ത 1. ഇവിടെ വ്യത്യാസമില്ല അല്ലേ? ശരിയായ ഉത്തരം, എൻ്റെ ശരിയായ പൊക്കം 170 സെന്റിമീറ്റർ ആണ്. അപ്പോൾ എൻ്റെ ശരിയായ ഉത്തരം 170 പൊക്കം 170 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് തെറ്റിയ വാല്യൂസിനെ എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 169 ഒരാൾ അളന്നു, അവിടെ എന്തായി? മൈനസ് ആയില്ലേ? പക്ഷെ അങ്ങനെ മൈനസ് എന്നോ പ്ലസ് എന്നോ എടുക്കണ്ട. 169 ആണെങ്കിലും 171 ആണെങ്കിലും നിങ്ങൾ 1 എടുത്താൽ മതി. ശരിയായ വാല്യൂ എത്രയാണ്? 170 സെന്റിമീറ്റർ ആണ്. അപ്പൊ ശരിയായ വാല്യൂവിൽ നിന്ന് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും സൈൻ ഇല്ലാതെ, എന്തില്ലാതെ? നിങ്ങൾക്ക് കണക്ക് ചെയ്യുമ്പോൾ തെറ്റരുത്. ഇവിടുന്ന് പ്രോബ്ലംസ് സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. എല്ലാ വർഷവും ചോദിക്കൂല. ഒന്നുകിൽ എറർ ചോദിക്കും, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ ചോദിക്കും, അതും അല്ലെങ്കിൽ ഡയമെൻഷൻ ചോദിക്കും. ഏതെങ്കിലും ഒന്നേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ 2-3 വർഷം, ചിലപ്പോൾ ഈ വർഷം കിട്ടുന്നത് എന്തായിരിക്കാം? എറർ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തോട്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് ഫിസിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ 3 ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഡയമെൻഷൻ, രണ്ടാമത്തെ ഏതാണ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, മൂന്നാമത്തെ ഏതാണ്? എററാണ്. അപ്പോൾ എററാണ് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും എളുപ്പമാണ്, ശ്രദ്ധിച്ചാൽ മാത്രം മതി. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ശരിയായ വാല്യൂവിൽ നിന്ന് എത്ര വ്യത്യാസമാണോ ഉണ്ടായത് ആ വാല്യൂസിനെ എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം. അവിടെ കൂട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൈനസ് പ്ലസ് അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. എന്താണ് അതിന്റെ മോഡുലസ്? നിങ്ങൾ മാത്തമാറ്റിക്സിൽ അറിയാം, മോഡുലസ് എടുത്താണ് ചെയ്യേണ്ടത്. എന്താണ് മോഡുലസ് എന്ന് പറഞ്ഞാൽ? പ്ലസ് ഓർ മൈനസ് ചിഹ്നം എടുക്കാതെ നിങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എൻ്റെ പൊക്കം 170 സെന്റിമീറ്റർ ആണ്, അത് വേറൊരാൾ അളന്നപ്പോൾ 171 ആയി, വേറൊരാൾ അളന്നപ്പോൾ 172 ആയി. അപ്പോൾ 1+1 അങ്ങനെ എടുക്കാം, അല്ല -1 +1 ഒന്നും എടുക്കാൻ പാടില്ല. വേറെ ആളാണെന്നപ്പോൾ 172 +2 എന്ന് എടുക്കാൻ പാടില്ല, 1 2. അടുത്ത് 173 3 എന്ന് എടുക്കും. ഇതെല്ലാം കൂടി എടുത്ത് എന്ത് ചെയ്തിട്ട് കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ചേഞ്ച് മാത്രമാണ് കൂട്ടാൻ പറഞ്ഞത്, വേറൊന്നും അല്ല. അതിനെ ഒറിജിനൽ വാല്യൂ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എത്രയൊക്കെയാണ് നമ്മൾ വന്നത്? ഇവിടെ വന്ന വാല്യൂസ് എത്രയാണ്? ഇവിടെ വന്ന വാല്യൂസ് 1, വീണ്ടും 1,
2 3 അല്ലേ? 2 4 4 3 7 7 ബൈ എത്ര? 7 ബൈ എത്ര പ്രാവശ്യം എടുത്തേക്ക്? 1 2 3 4 7 ബൈ 4. അപ്പൊ അത് കിട്ടിയല്ലോ നമ്മൾ 7 ബൈ 4. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ്.